കൊല്ലം ആശ്രാമം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഹിന്ദുവായ ഒരു സംഘി ഒരു പാവപ്പെട്ട ഹിന്ദു മനുഷ്യനോട് കാണിക്കുന്ന അതിക്രമത്തിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ തന്നെ എത്ര ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു, അതും നിർദോഷകരമായിട്ടുള്ള ഒരു കാര്യത്തിലെന്ന് ആ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ ഡാൻസ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോ ഇന്നത്തെ ഈ ഒരു ഉത്സവരാത്രി എല്ലാവരും സഹകരിച്ച് മനോഹരമാക്കണം. സാധാരണ നിലയിൽ ഇന്നത്തെ എല്ലാ ക്ഷേത്ര ഉത്സവ പറമ്പുകളിലും കാണുന്ന ഒരു കാഴ്ചയാണ്. ഹിന്ദു എന്നാൽ പ്രിവിലേജ് ഉള്ള നല്ല വസ്ത്രം ധരിച്ച് കിടക്കുന്നവർക്ക് മാത്രമാണല്ലോ ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശം. അത്തരം ആൾക്കാർ ചെയ്യുന്ന ചില കോപ്രായങ്ങൾ മാത്രമേ ഈ നാട്ടിൽ ആസ്വദിക്കാൻ പാടൂ. ഒരു സംഘിക്ക് ആരെയും ഒന്നും അയാൾ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ മോശം പറയുകയോ ചെയ്തിട്ടില്ല. കുറച്ച് ലഹരി ഉപയോഗിച്ച ഒരു പാവം മനുഷ്യൻ മുഷിഞ്ഞ വേഷധാരിയാണ്. അങ്ങനെയുള്ള വേഷധാരികളായിട്ടുള്ള ഹിന്ദുക്കളാണെങ്കിലും ഈ സംഘി മനസ്സങ്ങ് കയറിക്കഴിഞ്ഞാൽ അവരൊന്നും പിന്നെ മനുഷ്യഗണത്തിലുള്ളവരല്ലേ. ഏതോ ഒരു കൂതറ ഹിന്ദു അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം, പ്രത്യേകിച്ച് ഒരു പ്രായമേറിയ മനുഷ്യനാണ്. നമ്മുടെ നാട്ടിൽ മധു എന്ന ഒരു ചെറുപ്പക്കാരനെ വിശപ്പിന്റെ പേരിൽ തല്ലിക്കുന്ന നാട്ടിൽ ഒരു ഡാൻസ് കളിച്ചു എന്നതിന്റെ പേരിൽ നോക്കിയേ, കസേരയെടുത്ത് എത്ര ക്രൂരമായാണ് അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചത്. ആ ക്രൂര സംഘി മനസ്സാണ് ഇന്നത്തെ ക്ഷേത്രാചാരങ്ങളും വിശ്വാസങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദു ഒരുമിക്കൂ എന്ന് പറയുന്നത്. എന്നിട്ട് ഹിന്ദുക്കളായിട്ടുള്ളവരെ തന്നെ അവരുടെ വേഷവും രൂപവും ജാതിയും മതവും അവരുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ നോക്കി ആക്രമിക്കപ്പെടുന്നത്. ആ വ്യക്തിയുടെ ഒരു പ്രതികരണം കേൾക്കും. ക്രൂരമായ അടിയേറ്റ് ഒരു പല്ലുൾപ്പെടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കൊല്ലംകാരെ പേടിയാ, കൊന്നുകളയുന്നുള്ള പേടിയാ. എൻ്റെ അവസ്ഥ ഇനി ആർക്കും വരരുത്. ഒരു പല്ല് പോയി ചുണ്ടും പറഞ്ഞു. അട്ടപ്പാടിയിൽ മധുവിനെ തല്ലി കൊന്ന പോലെയാണ് ഇവനെ കൊല്ലാൻ ശ്രമിച്ചത്. ഇത്രയും ഈ 10-22 ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇവനെ അടിക്കുന്നത്. ഈ നിൽക്കുന്ന ചേട്ടനാണ് ഇന്നലെ ഉത്സവപ്പറമ്പിൽ വെച്ച് കസാര കൊണ്ട് തലക്കടിച്ചത് അല്ലേ ചേട്ടാ? എന്തായിരുന്നു സംഭവം? ഞാൻ അവിടെ ഗാനമേളയൊക്കെ കമ്മിറ്റി പോയത് വിഷ്ണുമ്പലത്തിലാണ് പോയത്. അതായത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ പോയി. ആരും കളിക്കാറില്ല. പാട്ട് പാടിയപ്പോൾ ഞാൻ കളിച്ചു പോയി അറിയാതെ. ഉള്ളി കലാബോധം കളിച്ചു പോയി. കളിച്ചപ്പോൾ ബാക്കിൽ കസേരമാരെ അടിച്ചു. അത് പ്രതീക്ഷിച്ചില്ല. ഇല്ല, പ്രതീക്ഷിക്കാതെ അടിയാണോ എന്തിനാണോ അടിച്ചെന്ന് തെറ്റൊന്നും ചെയ്തില്ല. എനിക്ക് അത് ഇതുവരെ മനസ്സിലാവില്ല എന്തിനാണ് അടിച്ചത്. വേറെ തെറ്റൊന്നും ചേട്ടൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. തെറ്റുമില്ല. അവിടെ ഇത്രയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ജനങ്ങൾ അവനെ കുറ്റം പറയും. എന്തിനാ പയ്യൻ കളിച്ചെന്ന് അവനെ അടിച്ച കാരണം എന്താണെന്ന് ചോദിച്ചു. ആ അടിച്ച ആൾ ആരാന്നറിയോ? എനിക്ക് കണ്ടാലേ അറിയില്ല. ആളെ വീടും ഡ്രസ്സെന്ന് പറയില്ല. അമ്പലത്തിന്റെ സംഘാടകനാണോ? സംഘാടകനാണെന്നൊന്നും അറിയില്ല. ആരാന്നറിയില്ല. ചേട്ടൻ ഇതുവരെ കേസും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ചേട്ടൻ കേസ് കൊടുക്കാത്തത്? പേടിച്ചിട്ടാണ്. ഞാൻ കിടക്കാൻ കുപ്പി കിടക്കാണ് ജീവിക്കുന്നത്. ഞാൻ കിടക്കുന്നത് ബീച്ചിലല്ലെങ്കിൽ ഈ പാർക്കിലെല്ലാം കിടക്കണം. രാത്രി ഒന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ജോലിക്ക് ആരും കാണില്ല. ഒരു അനാഥപ്രാതം പോലെ നമ്മൾ പോകേണ്ടി വരും. അവരുടെ നാടാണ്, ഒരു സ്ഥലമാണ്. ചേട്ടൻ്റെ സ്ഥലം എവിടെയാ? തിരുവനന്തപുരം. ഇവിടെയാണോ ഇപ്പോൾ വന്നത് താമസം? ഇവിടെ തന്നെ താമസമല്ല, കിടപ്പില്ല. കുപ്പിയൊക്കെ പറക്കി ചെറിയ വരുമാനത്തിൽ ഇവിടെ ജീവിച്ചു പോവാ. അപ്പൊ ആ ഒരൊറ്റ കാരണം കൊണ്ട് ചേട്ടൻ കേസ് കൊടുക്കുന്നില്ല. പേടിച്ചിട്ട് ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്ഥലം വരുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്തിനോട് ചേർന്നുള്ള ചിൽഡ്രൻസ് പാർക്കിലാണ് ചേട്ടൻ ഇപ്പൊ ഇവിടെ കിടക്കുന്നത്. അപ്പൊ ആരെങ്കിലും ചേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ദാണ്ട് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് എന്താ തിരക്കണം? ചേട്ടനെ അറിയപ്പെടുന്നത് എങ്ങനെയാ? ബാലു, സിറ്റി ബാലു എന്ന് അറിയപ്പെടുന്ന ആ ചേട്ടനെ ഒന്ന് തിരക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ ഈ ചേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അല്ലേ? ചേട്ടന് ജീവനിൽ പേടിയുണ്ട്. കണ്ടല്ലോ, ഒറ്റ കാരണമേ ഉള്ളൂ. പിന്നോക്കക്കാരനായ ഹിന്ദു ഏതെങ്കിലും തൊലി വെളുത്തവൻ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇതേ പ്രവൃത്തി അവിടെ ചെയ്താൽ ഇവനൊക്കെ കസേരയെടുത്ത് അടിക്കാൻ ഇറങ്ങൂ.
ഇല്ലല്ലോ. ഇപ്പോൾ എന്തെങ്കിലും തോന്നിവാസോ വൃത്തികേടോ കാണിച്ചാൽ ചോദിക്കാം. ഒരു ഗാനമേള എന്നൊക്കെ പറഞ്ഞാൽ സംഘികളുടെ രീതിയിൽ എന്ന് പറഞ്ഞാൽ കയ്യും കെട്ടി മാന്യന്മാരായി ഡിസിപ്ലിനായി നിൽക്കുന്നവരാണ് ഏറ്റവും നല്ല ഹിന്ദു. അതല്ലാത്തവരൊക്കെ മോശക്കാരാണ്. അങ്ങനെ തറവാട്ടിൽ പറന്ന് ഡിസിപ്ലിൻ കാണിക്കാത്തവരെല്ലാം മോശക്കാരാണ്. അതുകൊണ്ടാണ് പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു ഹിന്ദു മനുഷ്യനെയും പാവപ്പെട്ടവനാണ്, പ്രതികരണശേഷി ഇല്ലാത്തവരെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ തെമ്മാടിത്തരം കാണിച്ചതും. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ഈ അടുത്ത ദിവസം ഒരു 17 വയസ്സുകാരനെ ഇതുപോലെ സംഘി ഹിന്ദുക്കളെല്ലാം കൂടി ചേർന്ന് വളഞ്ഞിട്ട് തല്ലിക്കൊല്ലുന്ന ദൃശ്യവും നമ്മൾ കണ്ടതാണ്. വിശ്വാസങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ആരാധനയുടെയും പേരിൽ ഹിന്ദു ഉണരൂ, ഹിന്ദു ഒരുമിക്കൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രിവിലേജ് ഇല്ലാത്ത ഹിന്ദുക്കളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നും ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. നിതിൻ രാജ് എന്ന പിന്നോക്കക്കാരനായ ഹിന്ദുവായിട്ടുള്ള BDS വിദ്യാർത്ഥി സവർണ ഹിന്ദുവായിട്ടുള്ള ഡോക്ടർ റാമും സംഗീത നമ്പ്യാരെല്ലാം ചേർന്ന് മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച അതേ സന്ദർഭത്തിൽ തന്നെ ഒരു ക്ഷേത്രത്തിനകത്ത് പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു ഹിന്ദു കേവലം പാട്ടിനൊത്തൊന്ന് ചുവട് വെച്ചതിന് അദ്ദേഹത്തിന്റെ മണ്ടയടിച്ച് കീറുന്ന ആ ഹിന്ദു ബോധമുണ്ടല്ലോ, ഇതൊക്കെ കണ്ടിട്ട് ഈ നാട്ടിലെ മനുഷ്യർ ഹിന്ദു എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ഉൾപ്പെടുമോ ഇല്ലയോ എന്ന് സ്വയം ചോദിക്കേണ്ട സന്ദർഭമാണ്. നിറവും തറവാട്ട് മഹിമയും വേഷഭൂഷാദികളും ഇതൊക്കെയാണ് ഹിന്ദു എന്നതിന് കാറ്റഗറൈസ് ചെയ്യുന്നത്. അവർ മാത്രമാണ് ഈ നാട്ടിൽ യഥാർത്ഥ ഹിന്ദു. ബാക്കിയുള്ളതെല്ലാം ആക്രമിക്കപ്പെടേണ്ട ഹിന്ദുവാണ്. അവനൊന്നും നമ്മൾ നിൽക്കേണ്ടടുത്ത് നിൽക്കാൻ യോഗ്യതയില്ലാത്ത ഹിന്ദുവാണ്. ആ മനോഭാവമാണ് 2 ചുവടുവയ്പ് കണ്ടപ്പോൾ ഇമാതിരി ക്രൂരത ആ മനുഷ്യരോട് കാട്ടിയതെന്ന് പറയേണ്ടി വരികയാണ്.